രാഹുലിന് ആശ്വാസമാണ്. നിയമപരമായും അങ്ങനെ തന്നെ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും. കാരണം ഒന്നാമത്തെ കേസ് വളരെ പ്രധാനമായി ചർച്ച ചെയ്യപ്പെട്ട കേസാണ്. ആ കേസിൽ കൂടി മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു. നേരത്തെ 2 കേസുകളിലും ജാമ്യം ലഭിച്ചിരുന്നു. ഇപ്പോഴത്തെ ഈ കേസിനും ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്ത് ജാമ്യം അനുവദിക്കുന്ന ഉത്തരവ്, മുൻകൂർ ജാമ്യം അനുവദിക്കുന്ന ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ നേമം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. തുടർന്ന് ഹൈക്കോടതിയെ രാഹുൽ സമീപിച്ചു. ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് മുൻകൂർ ജാമ്യ ഹർജിയിൽ തീർപ്പുണ്ടാകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. യുവതിയെ മാനസികമായി തളർത്തി ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കി ബലാത്സംഗം ചെയ്തു എന്തായിരുന്നു കോടതിയിലെ വാദം. യുവതിയുടെ മൊഴികൾ പരിശോധിക്കുമ്പോൾ ബലാത്സംഗം നടന്നു എന്നത് നിലനിൽക്കുന്നതല്ല എന്ന് കോടതി നേരത്തെ വാക്കാൽ പരാമർശം നടത്തിയിരുന്നു, നിരീക്ഷിച്ചിരുന്നു. തന്റെ ജീവന് ഭീഷണിയുണ്ട് എന്നുൾപ്പെടെയുള്ള വാദങ്ങൾ യുവതി കോടതിയിൽ അവതരിപ്പിച്ചിരുന്നു. നഗ്ന ദൃശ്യങ്ങൾ പകർത്തി എന്നതും കോടതിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിരുന്നു. പക്ഷേ അക്കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായാൽ IT ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ കൂടി ചുമത്താം എന്ന നിലപാട് സ്വീകരിച്ചു. പക്ഷേ ഇപ്പോൾ അതിന് തെളിവില്ല എന്ന നിലയിലായിരുന്നു കോടതിയും നിലപാട് സ്വീകരിച്ചു. അക്കാര്യത്തിൽ അന്വേഷണം നടക്കട്ടെ എന്തായിരുന്നു കോടതിയുടെ സ്റ്റാൻഡ്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. രാഹുലിന്റെ വാദം ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമായിരുന്നു എന്നതാണ്. അക്കാര്യത്തിൽ വാദപ്രതിവാദങ്ങൾ നടക്കുകയായിരുന്നു. ഒടുവിൽ ഇപ്പോഴത്തെ ഹൈക്കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായ ആദ്യ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. രാഗിനി, ഇനി കേസിന്റെ തുടർ നടപടികൾ എങ്ങനെയാണ്? ഇപ്പോൾ 3 കേസുകളിലും പുറത്തിറങ്ങാൻ കഴിയുന്ന സ്ഥിതിയാണ്. മുൻകൂർ ജാമ്യം ഇപ്പോഴത്തെ ആദ്യ കേസിൽ ഉൾപ്പെടെ ലഭിക്കുന്നു. ഇനി എങ്ങനെയായിരിക്കും കേസിന്റെ തുടർ നടപടികൾ? അതായത് മറ്റ് 2 കേസുകളിലും ഇപ്പോൾ അതിന്റെ നടപടിക്രമങ്ങൾ, ഒന്ന് മൂന്നാമത്തെ കേസിലാണ് അറസ്റ്റിലായ ശേഷം റിമാൻഡിലാവുകയും തുടർന്ന് കസ്റ്റഡിയിൽ വാങ്ങുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആദ്യഘട്ടത്തിലെ അവസാനിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം രണ്ടാം പെറ്റീഷനിൽ കീഴ്ക്കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നതാണ്. പക്ഷേ പ്രോസിക്യൂഷൻ ഈ ജാമ്യം അനുവദിച്ചതിനെതിരെ ഹൈക്കോടതിയിൽ പെറ്റീഷൻ നൽകി അത് പെൻഡിംഗായി നിൽക്കുകയാണ്. പിന്നീട് ഉണ്ടായിരുന്നത് ഒന്നാമത്തെ കേസാണ്. ആ ഒന്നാമത്തെ കേസിൽ നേരത്തെ കീഴ്ക്കോടതി, അതായത് തിരുവനന്തപുരം സെഷൻസ് കോടതി രാഹുലിന്റെ ബെയിൽ ആപ്ലിക്കേഷൻ തള്ളിയതാണ്. ആ തള്ളിയതിനെതിരെ രാഹുൽ കൊടുത്ത പെറ്റീഷൻ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കേസായിരുന്നു. ആ കേസിലാണ് ഇപ്പോൾ ഇത് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇനി സ്വാഭാവികമായിട്ടും പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം അപ്പീൽ പോകാൻ, അല്ലെങ്കിൽ അതിജീവയെ സംബന്ധിച്ചിടത്തോളം അപ്പീൽ പോകാനുള്ള അവസരമുണ്ട്. ഇപ്പോൾ സിംഗിൾ ബെഞ്ചാണ് ഈ ഉത്തരവ് നൽകിയിട്ടുള്ളത്. അതിനെതിരെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ പോകാം, അല്ലെങ്കിൽ സുപ്രീം കോടതിയിലൊക്കെ പോകാൻ കഴിയുന്ന നിയമപോരാട്ടത്തിനുള്ള അവസരങ്ങളുണ്ട്. എന്തായാലും ഇതിൽ പ്രോസിക്യൂഷൻ ഇനി തുടർ നടപടികൾ എന്ത് സ്വീകരിക്കും എന്നൊക്കെ കാത്തിരുന്ന് കാണാം. നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്താണ് ഉള്ളത്. ഉപാധികളോടെ മുൻകൂർ ആദ്യ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അനുവദിച്ചിരിക്കുന്നു. രാഗിനാണ് വിവരങ്ങൾ നൽകിയത്.